അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. റോൾ നമ്പർ 7ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു എയർ ഹോളിൽ വെക്കുന്ന നെറ്റാണ്. പല്ലി, പാറ്റ, കൊതുക് ഇതിൻ്റെ ശല്യമൊക്കെ നമ്മുടെ വീടുകളിൽ സ്ഥിരം ഉണ്ടാവും. അപ്പോൾ അതിനൊരു പരിഹാരം അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒരു 2 അടിയിലൊരു മൾട്ടിവുഡിൻ്റെ പീസ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ഇഞ്ചിന് വേണ്ടിയിട്ട് ഇതിൽ നിന്നൊരു പീസ് വേണം. അപ്പോൾ ഒരു 1 ഇഞ്ച് വീതിയിൽ ഒരു 4 പീസ് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് മാർക്ക് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം. അപ്പോൾ ഇങ്ങനെയുള്ള 4 പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മുടെ അവസാനത്തെ പീസ് ഇതും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിഞ്ഞ് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കണം. പിന്നെ ഞാൻ ഒരു സ്റ്റീലിൻ്റെ നെറ്റ് ഈ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങൾ നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ നമ്മുടെ നെറ്റ് എടുക്കണം. അപ്പോൾ ഇത് ഈ അളവിൽ കട്ട് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ നമ്മുടെ നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫ്രെയിം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൾട്ടിവുഡ് കട്ട് ചെയ്ത് വെച്ച പീസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ചെറിയ പീസിൽ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലക്സ് ആണ് എടുത്താണ്. നമുക്ക് ഒരു 40 രൂപ കൊടുക്കണമെങ്കിൽ കടയിൽ കിട്ടണതാണ് നമുക്ക്. അപ്പോൾ അത് ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം. ഒരു സെക്കൻഡ് ഒന്ന് പിടിക്കണം കേട്ടോ. നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ ഒഴിച്ചു കൊടുക്കുക. സെക്കൻഡ് അമർത്തി പിടിക്കുക. അപ്പോൾ അപ്പുറത്തെ സൈഡിലും കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. ലേസർ കട്ടിങ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടല്ലോ, അവിടെ പോയി നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് പീസുകൾ കിട്ടും. ആ പീസ് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യണത്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അപ്പം നമ്മുടെ 2 ഫ്രെയിമിൻ്റെയും പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നെറ്റ് വെച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇനി നെറ്റ് നമുക്ക് ഈ ഫ്രെയിമിൽ വെച്ച് കൊടുക്കാം. മറ്റേ ഫ്രെയിം എടുത്തിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് സൂപ്പർ ഗ്ലൂ ഫ്ലക്സ് ഇട്ടിട്ട് ഇതൊന്ന് നെറ്റ് ഒന്ന് ഒട്ടിച്ച് പിടിക്കാം. പിന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചുറ്റിന്. ഈ ഫ്രെയിമിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൽ വെച്ച് കൊടുക്കാം. കറക്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. 2 മിനിറ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഒട്ടിക്കോളും. അപ്പോൾ നമ്മുടെ ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഇതിൽ ഒട്ടിക്കാം. അപ്പം നമ്മൾ 2 ഡിസൈനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. 20 രൂപ, 10 രൂപ തുടങ്ങി 20 രൂപ തുടങ്ങി വരെ ഉള്ളൂ ഈ ഡബിൾ സൈഡ് സ്റ്റിക്കറിൻ്റെ വില. അപ്പോൾ ഇത് നമുക്ക് ചെറിയ പീസുകൾ ഒട്ടിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ്. ഞാനിത് ഇത്ര
ചെറിയ പീസുകൾ എടുക്കണത്, ഇത്ര 3 പീസുകൾ എടുക്കണത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം. പരമാവധി അടുപ്പിച്ച് കൊടുത്ത് ഒട്ടിക്കുകയാണെങ്കിൽ പിടിക്കാൻ എളുപ്പമായിരിക്കും. ചുമരുമ്പോൾ പിടിക്കാൻ ഭയങ്കര ഇതായിരിക്കും. ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം, ഈ സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം. അടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. ചുമര് തേപ്പ് കയറി ഇറങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ പിടിക്കില്ല ചിലപ്പോൾ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കണത്. നമുക്കിത് ഒട്ടിക്കാം. അതിന് മുമ്പായിട്ട് ഇവിടെ പൊടി ഉണ്ടാവും. ആ പൊടി നമുക്ക് തുടച്ചോളാം. നല്ല നന്നായി പിടിക്കുള്ളൂ. പൊടിയും മാറാവിലേക്ക് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് തുടച്ച് കളയുന്നുണ്ട്. ഇപ്പോൾ ഈ ഡബിൾ സൈഡിൻ്റെ സ്റ്റിക്കർ നമുക്ക് പൊളിച്ച് കളയണം. അത് പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതും ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി പിടിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ഒരു മൂന്നാല് പ്രാവശ്യം എല്ലായിടത്തും ഒന്ന് അമർത്തി കൊടുക്കണം. ഇനിയിപ്പോൾ പല്ലിയുടെയും പാറ്റയുടെയും ഒന്നും ശല്യം നമുക്ക് ശരിക്കും ഉണ്ടാവില്ല. സൂപ്പറായിട്ട് ഒട്ടി ഇരിക്കുന്നുണ്ട് കണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.